Hi guys, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ കളർ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് PNG ഫയൽ, അതിപ്പോൾ ക്യാമറയുടേതോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഒക്കെ ആവാം. അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ PNG ഫയൽ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് താഴെ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫയൽ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്ത ശേഷം അതിൻ്റെ സൈസും പൊസിഷനും സെറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പൊസിഷനും സൈസും കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഐക്കണും ടെക്സ്റ്റും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ ഫയൽ സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ഫോർവേഡിൻ്റെ ആരോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ ഫയൽ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി ഈ വാട്ടർമാർക്ക് നമ്മളുടെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ സ്നാപ്സീഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ടൂൾസ് എടുക്കുക. അതിനകത്ത് ഡബിൾ എക്സ്പോഷർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ താഴെ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ വാട്ടർമാർക്കിൻ്റെ സൈസും പൊസിഷനും സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ വാട്ടർമാർക്കിൻ്റെ ഒപ്പാസിറ്റി കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒപ്പാസിറ്റി എന്നുള്ള ടൂൾ എടുത്തതിന് ശേഷം ഇത് കുറക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ച് ബാക്ക് പോയതിന് ശേഷം ഈ വാട്ടർമാർക്കോട് കൂടിയുള്ള ഫയൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.